CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 രാവിലെ 8 ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മെയ് 6 നടക്കുന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തടയടപ്പ് സമരത്തിന് മുന്നോടിയായി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മെയ് 6 നടക്കുന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയെടുപ്പ് സമരത്തിന് മുന്നോടിയായിരുന്നു സമരം. ഹോട്ടൽ മേഖലയെ രക്ഷിക്കുക, ഹോട്ടൽ മേഖലയെ രക്ഷിക്കുക. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഹോട്ടൽ വെക്കും ഗ്യാസ് കുറ്റിക്ക് ഒറ്റ ദിനം കൊണ്ട് 1000 രൂപ വർധന. ഇതെന്ത് നീതി, ഇതെന്ത് നിയമം? പറയൂ സർക്കാരെ, ലക്ഷക്കണക്കിന് തൊഴിലാളികൾ. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മെയ് 6 നടക്കുന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന് മുന്നോടിയായി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ KHRA ജില്ലാ പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഗ്യാസ് വിതരണത്തിൽ വലിയ കുറവുണ്ടായി. തുടർന്ന് ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വില വർധനവ് വരുത്തി. ഇപ്പോൾ ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1400 രൂപയുടെ വർധനവാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തിയിട്ടുള്ളത്. വൻവിലയ്ക്ക് സിലിണ്ടർ വിൽപ്പന നടത്തുന്ന സ്വകാര്യ കുത്തക കമ്പനികളെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ വില വർധന ഒറ്റയടിക്ക് നടപ്പിലാക്കിയതെന്നും ഹോട്ടൽ വ്യവസായത്തിന്റെ നിലനിൽപ്പ് മാത്രമല്ല വിപണിയിൽ ഭക്ഷണ വിഭവങ്ങൾക്ക് വില വർദ്ധിക്കുമെന്നതും അത് പൊതുസമൂഹത്തിന് തന്നെയും വലിയ ബാധ്യതയാവുമെന്നും ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ബാബു അറിയിച്ചു. ഈ രാജ്യത്ത് സർക്കാർ തൊഴിൽ നൽകാൻ കഴിയാത്ത സർക്കാരുകൾ സ്വയം തൊഴിൽ കണ്ടെത്തി തന്റെ കുടുംബത്തെയും ഒപ്പം ഏറെ തൊഴിലാളികളെയും കൂടെ നിർത്തി അവരുടെ കൂടെ ഉപജീവന മാർഗമായി കണ്ടെത്തുന്ന ചെറിയ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചായക്കടകൾ, തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്തി ഉപജീവന മാർഗം നടത്തുന്നവരെയാണ് ഒരു ദിവസം ഒരു കുറ്റി ഗ്യാസെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കച്ചവടക്കാരന് 1000 രൂപയുടെ അവന്റെ ദിവസ ചിലവിൽ വർധനവ് വരുത്തിയിരിക്കുന്നത്. ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ഈ രാജ്യത്ത് ജീവിക്കുന്ന പൌരന്മാരുടെ ജീവിത മേഖലയിൽ അവരുടെ ജീവിതത്തിന്റെ ചെലവിനെ 1000 രൂപ ഒരു ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന രീതിയിൽ, അത് മാത്രമല്ല ഒരു നാട്ടിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പല ആവശ്യങ്ങൾക്കായി പട്ടണങ്ങളിലും ഉൾപ്രദേശങ്ങളിലും എത്തപ്പെടുന്ന ആളുകൾക്ക് ഒരു ചായ കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ചോറുണ്ണാൻ ഇവിടെ സമീപിക്കുന്ന ഹോട്ടലുകളിൽ കയറി ചെന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 രൂപയ്ക്കും 12 രൂപയ്ക്കും ചായ കൊടുത്തിരുന്നു. ഞങ്ങള് 40 രൂപയ്ക്കും 50 രൂപയ്ക്കും സാധാരണക്കാരന് ഊണ് വിളമ്പിയിരുന്നു. ഇന്ന് ആ സമയം പോയി, ആ കാലഘട്ടം പോയി. ഇന്ന് ഞങ്ങൾക്ക് 15 രൂപയ്ക്ക് ചായ കൊടുത്താൽ മുതലാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പറയാറുണ്ട്, കുഴി പതുങ്ങിയിരുന്നു കൊണ്ട് ഇവിടെ വേട്ടയാടുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയം കഴിയാൻ വേണ്ടി കാത്തിരുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒറ്റ ദിവസം കൊണ്ടാണ്
1000 രൂപയുടെ വില വർധനവ് പാചകവാതകത്തിന് കൊമേഴ്സ്യൽ സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇവിടെ അദാനി പോലെ അംബാനി പോലെയുള്ള വൻകിട കുത്തകകൾ നമ്മുടെ രാജ്യത്ത് അവർക്ക് ഗ്യാസ് ബിസിനസ് ഉണ്ട്. അവരുടെ പ്രൈവറ്റ് ഗ്യാസുകൾ ഈ നാട്ടിൽ അവർ വിതരണം ചെയ്യാറുണ്ട്. അതിന് യുദ്ധം തുടങ്ങിയ സമയത്ത് അവർ ഒരു കിലോക്ക് 105 രൂപയ്ക്കാണ് വിറ്റിരുന്നതെങ്കിൽ പടിപടിയായി അത് ഉയർത്തി കഴിഞ്ഞ മാസം അത് 240 250 രൂപയും ഒരു കിലോ ഗ്യാസിന് അവർ വരുത്തി. ആ ഒരു നിലയിലേക്ക് ഇവിടുത്തെ കുത്തക കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിന്, അവർ വില വർദ്ധിപ്പിച്ച വിലയെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പൊതുമേഖലാ കമ്പനികളുടെ ഗ്യാസിന് ഇത്രമാത്രം ഒരു വില വർധന ഈ മാർക്കറ്റിൽ വരുത്തിയിട്ടുള്ളത്. ഇത് പ്രതിഷേധകമാണ്. അത് മാത്രമല്ല, ഇത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണ്. സാമ്പത്തിക ബാധ്യത മൂലം വളരെ പ്രയാസപ്പെടുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളുമായി ജീവിക്കുന്ന ഹോട്ടലുകാർക്കിടയിലേക്ക് ഒരു ദിവസം 5 കുറ്റിയെങ്കിലും ഗ്യാസ് ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം ഹോട്ടലിന് ഒരു ദിവസത്തെ ചിലവിലാണ് 5000 രൂപയുടെ വർധന വന്നിട്ടുള്ളത്. എങ്ങനെ പിടിച്ചു നിൽക്കും? വില വർധനവല്ലാതെ മറ്റു മാർഗങ്ങളില്ല. പക്ഷേ ഈ നാടിന്റെ അവസ്ഥയിൽ ഈ നാട്ടിലെ ആളുകളുടെ ആളോഹരി വരുമാനത്തിലുള്ള കുറവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കച്ചവടം ഞങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ വില വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ എങ്ങനെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ കച്ചവടം ചെയ്യും? ഇവരുടെ മുന്നിലേക്ക് ഒരു വില വർധനവ് നടപ്പാക്കുന്നതിന് ഞങ്ങൾക്കേറെ പ്രതിസന്ധിയുണ്ട്, ഏറെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഞങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്നുകിൽ എത്രയും വേഗം ഈ വർധനവ് വരുത്തിയത് പിൻവലിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ഞങ്ങൾ ഈ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. യൂണിറ്റ് ട്രഷറർ ജയൻ ജ്യോതി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി മിൻഷാദ്, ജോയിന്റ് സെക്രട്ടറി അസീസ്, യൂണിറ്റ് ഭാരവാഹികളായ ഷമീർ, സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. വാണിജ്യ LPG വില വർധനവ് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള. വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബേക്കറി ഉടമകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ബ്രെഡ്, ബൺ, റസ്ക് തുടങ്ങിയ നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദന ചിലവ് വർദ്ധിക്കുന്നതോടെ അതിന്റെ അന്തിമ ഭാരം സാധാരണക്കാരായ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ ഉൽപാദകർ നിർബന്ധിതരാകുകയാണ്. ഇന്ധനവില നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട ബേക്കറി യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർക്കാരും പെട്രോളിയം കമ്പനികളും അടിയന്തരമായി ഇടപെട്ട് വാണിജ്യ LPG വില കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ചെറുകിട ഉൽപാദന മേഖലയെ സംരക്ഷിക്കാൻ ഇന്ധന സബ്സിഡി അനുവദിക്കണം. പാചകവാതകത്തിന്റെ റേറ്റ് ഒറ്റയടിക്ക് ഏകദേശം 900 ചില്ലാനം ഉറുപ്പിക കൂട്ടിയിട്ടുള്ളത്. ആ ഒരു കൂട്ടല് പല ഈ ബേക്കറി മേഖലന് മാത്രമല്ല പല മേഖലക്കും പ്രതിസന്ധിയാണ്. കാരണം ഒരു ക്രമാതീതമായിട്ടൊരു വർധനവാണ്. അപ്പൊ നമുക്ക് ബണ്ണ്, ബ്രെഡ്, റസ്ക് അങ്ങനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു ഭാരം വരുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്. അപ്പോ ഈ ഒരു സംഗതി മൊത്തത്തിലുള്ള ഒരു വിലവർദ്ധനയിലേക്ക് എല്ലാവരെയും നയിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓൾറെഡി കേന്ദ്ര പെട്രോളിയം പാചകവാതക വകുപ്പ് മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിക്ക് അസോസിയേഷൻ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ ഈ പല ചെറുകിട ആളുകൾക്കും ഈ വിലവർധന താങ്ങാൻ പറ്റാത്ത കാരണം പ്രൊഡക്ഷൻ നിർത്തിവെക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് പല തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും.
ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം പാചകവാതക വകുപ്പ് മന്ത്രിക്ക് അസോസിയേഷൻ കത്തയച്ചതായും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികളായ റഷീദ് മുബാറക്, ഹംസ ഒലീവ്, സമീർ സോണാസ്, സിബ്കത്ത് കുക്കീസ് എന്നിവർ പറഞ്ഞു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം ശൈലേശ്വരി കലാസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മെയ് 9 തുടക്കമാകും. 501 കലാകാരന്മാർ പങ്കെടുക്കുന്ന മഹാപഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുകയെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ചടങ്ങിൽ ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം 501 സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് കേരളത്തിൽ ആദ്യത്തെ പരിപാടിയാണ്. 501 കലാകാരന്മാർ ഒന്നിക്കുന്ന പരിപാടി കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 7-ാം തീയതി വൈകിട്ട് ത്യാഗരാജസ്വാമികളെ അനുസ്മരിച്ചുകൊണ്ട് അങ്ങാടിപ്പുറം പരിസര പ്രദേശത്തുള്ള സംഗീതാധ്യാപകരും സംഗീത വിദ്യാർത്ഥികളും ചേർന്ന് പുഞ്ചവൃത്തി എന്ന ചടങ്ങ് ആചരിക്കുന്നുണ്ട്. അതിനുശേഷം 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി സാറിന്റെ നേതൃത്വത്തിൽ കമലാംബ നവാവരണം നടത്തുന്നു. അത് ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടാണ്. പ്രൊഫസർ PR കുമാര കേരളവർമ്മ, തൃക്കാരിയൂർ R രാജലക്ഷ്മി, നെല്ലായി K വിശ്വനാഥൻ, മാഞ്ഞൂർ രഞ്ജിത്ത്, ചേർത്തല S ദിനേശ്, ഡോക്ടർ K ജയകൃഷ്ണൻ, തൃപ്പൂണിത്തറ കൃഷ്ണദാസ്, പറവൂർ ഗോപകുമാർ, ഡോക്ടർ NK പത്മവർമ്മ, പ്രൊഫസർ കാമാക്ഷി, പ്രതാപ് ഏങ്ങണ്ടിയൂർ, ശ്രീരാം ബാലകൃഷ്ണൻ ഓങ്ങല്ലൂർ തുടങ്ങിയ സംഗീതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ക്ഷേത്രം ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുഖ്യാതിഥിയാകും. കലാസഭയുടെ സ്ഥാപകൻ നാരായണൻ നമ്പീശനെ ചടങ്ങിൽ അനുസ്മരിക്കും. 501 കലാകാരന്മാർ പങ്കെടുക്കുന്ന കീർത്തനാലാപനം സംസ്ഥാനത്ത് ആദ്യമായാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനുശേഷം പിറ്റേന്ന് ദിവസം, അതായത് 9-ാം തീയതി രാവിലെ 9 മണിക്ക് ഉദ്ഘാടന സമ്മേളനം. അത് വാർഡ് മെമ്പർ ശ്രീ U രവിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഉദ്ഘാടനം ചെയ്തത് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർകളാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി മെയ് 7-ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് സദ്ഗുരു ശ്രീ ത്യാഗരാജ സ്വാമികളുടെ 258-ാം ജന്മവാർഷികത്തെ സ്മരിച്ചും മഹാപഞ്ചരത്ന കീർത്തനാലാപനം വിളംബരം ചെയ്യും. തിരുമാധാംകുന്ന് ക്ഷേത്ര പരിസരത്തെ വീടുകളിൽ നാട്ടിലെ സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും ചേർന്ന് ഉച്ചവൃത്തി ആചരിക്കും. 8-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് പ്രൊഫസർ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കമലാംബ നവാവരണ കൃതികളുടെ ആലാപനം ക്ഷേത്ര പരിസരത്ത് നടക്കും. 9-ന് രാവിലെ 8:30 കലാസഭയുടെ സ്ഥാപകൻ നാരായണൻ നമ്പീശന്റെയും ത്യാഗരാജസ്വാമികളുടെയും ഛായാചിത്രത്തിന് മുന്നിൽ തിരി തെളിയിക്കും. തുടർന്ന് വിവിധ പരിപാടികൾ നടക്കും. ചീഫ് കോർഡിനേറ്റർ പീതാംബരൻ ആനമങ്ങാട്, ജനറൽ കൺവീനർ ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, ആക്ടിംഗ് ചെയർമാൻ ശ്രീ സജിത്, പെരിന്തൽമണ്ണ ജോയിന്റ് കൺവീനർ ഗാനഭൂഷണം സിന്ധു, കോർഡിനേറ്റർ CR ഹരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ഈ വർഷത്തെ മലപ്പുറം ജില്ലാതല നഴ്സസ് വാരാഘോഷം മെയ് 6 മുതൽ 12 വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ന് വാരാഘോഷ പരിപാടികൾ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ആരോഗ്യവും ജീവനും നഴ്സിംഗിന്റെ ശാക്തീകരണത്തിലൂടെ സുരക്ഷിതമാക്കാം എന്നതാണ് ഈ വർഷത്തെ നഴ്സിംഗ് ഡേ ആശയം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന പതാക ഉയർത്തൽ ജില്ലാ നഴ്സിംഗ് ഓഫീസർ അശ്വതി ഗോപാൽ നിർവഹിക്കും. തുടർന്ന് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ പമീലി എന്നിവർ പങ്കെടുക്കും. 7-ന് മഞ്ചേരി ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ രചനാ മത്സരങ്ങളും മെയ് 8-ന് പെരിന്തൽമണ്ണ EMS കോളേജ് ഓഫ് നഴ്സിംഗിൽ
കലാമത്സരങ്ങളും മെയ് 9 മലപ്പുറം പ്രിയദർശിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങളും മെയ് 10 ഫുട്ബോൾ മത്സരവും നടക്കും. മെയ് 11 നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്യൂസ് മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതാണ്. 12 രാവിലെ മലപ്പുറത്ത് നടക്കുന്ന നഴ്സസ് ദിന സന്ദേശ റാലി മലപ്പുറം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ഹരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന നഴ്സസ് ദിന ചടങ്ങുകൾ മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ DMO ഇൻചാർജ് ഡോക്ടർ എ ഷിപുലാൽ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ അശ്വതി ഗോപാൽ, മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷീജ, എൻ പ്രദീപ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 രാവിലെ 8 ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30 സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. തുടർന്ന് 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളുമാണ് എണ്ണുക. പോസ്റ്റൽ ബാലറ്റുകൾ പൂർത്തിയായതിനു ശേഷമേ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുകയുള്ളൂവെന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. മൈക്രോ ഒബ്സർവർമാരെയും AROമാരെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിലവിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നീ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ 24 മണിക്കൂർ സുരക്ഷയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്തേക്കുള്ള മൊബൈൽ ഫോൺ പ്രവേശനം റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നതിനായി പ്രവേശന കവാടത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കും. എല്ലാ ടേബിളുകളും മുഴുവൻ കാണത്തക്ക രീതിയിലാണ് CCTV ക്യാമറ സ്ഥാപിക്കുക. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കാൻ മീഡിയ സെന്റർ ഉൾപ്പെടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും. ഒരേ നിയോജക മണ്ഡലങ്ങളിലെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 5 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ഈ ബൂത്തുകൾ തിരഞ്ഞെടുക്കുക. ന്യൂസ് ഡെസ്ക് CCN. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ മെയ് ദിനാഘോഷം നടന്നു. ഹോസ്റ്റലിൽ നടന്ന സമ്മേളനം അടയ്ക്കാപുത്തൂർ PTB ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സായി സ്നേഹതീരം കോർഡിനേറ്റർ KR രവി അധ്യക്ഷത വഹിച്ചു. KP രഞ്ജിത്ത്, വിജിത MM രാജു എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 രാവിലെ 8 ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മെയ് 6 നടക്കുന്ന സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തടയടപ്പ് സമരത്തിന് മുന്നോടിയായി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.